ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ലൈവിലെ ആ ഒരു വഴക്കിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. അനുമോള് പറയുന്നു, അങ്ങനെ ഒരു നെഗറ്റീവ് അപ്പാനിക്കും ബിൻസിക്കും വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ബിൻസി ഔട്ട് ആവാൻ കാരണം അപ്പാനിയാണ് എന്നുള്ളൊരു ഡയലോഗ് അനുമോളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അത് എവിടുന്ന് വന്നതാണ്, അതിന്റെ ഉത്ഭവം കാര്യങ്ങളൊന്നും അല്ല. ഇത് ഓപ്പൺ ആയിട്ടൊരു വഴക്കിനിടയ്ക്ക് പറഞ്ഞത് അനുമോളാണ്. ഇത് ഔട്ട് പോവാൻ കാരണം അനുമോളാണ്. ഇവർക്ക് ഇത്രയും നെഗറ്റീവ് വരാൻ കാരണമായത് അനുമോളാണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് പറഞ്ഞിട്ടൊരു ടോപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് അനുമോള് പറയുന്നത്, അങ്ങനെ ഒരു നെഗറ്റീവ് അപ്പാനിക്കും ബിൻസിക്കും വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ ബിൻസി അങ്ങനെയാണെങ്കിൽ അനു എന്തൊക്കെയാ കാണിച്ച്, കൈയും കലാശവും കാണിച്ച് അനീഷേട്ടനെ പ്രപ്പോസ് ചെയ്യുന്ന വക്കിൽ വരെ എത്തിച്ചില്ല, അതൊക്കെ തമാശയാണല്ലേ എന്ന് ബിൻസി ചോദിക്കുന്നു. അപ്പൊ അപ്പാനി, ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഫ്ലൈയിങ് കിസ് കാണിച്ച് ഇച്ഛായെന്ന് വിളിച്ച് കൊഞ്ചി കുഴഞ്ഞിട്ടല്ലേ അയാൾ പ്രപ്പോസലായിട്ട് വന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, കോളസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ബിൻസി, എന്നോടാവുമ്പോ സ്നേഹം, കെയറിങ്, സ്വന്തം കാര്യത്തിൽ എന്താണ് അങ്ങനെ തോന്നാത്തത്? സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോ തമാശ അല്ലെ? ഷാനവാസ് ഉൾപ്പെടെ ഉള്ളവർ ഇത് എടുത്തിട്ടു. അനു എന്താണ് ഇവിടെ കിടന്ന് കാണിച്ചത്? അതിന്റെ ഒന്നും 1% പോലും, 1% പോലും ഇവിടെ നടന്നിട്ടില്ല ഞാനും അപ്പാനിയും തമ്മില് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് തമാശയാണെന്ന് അനീഷിന്റെ അടുത്ത് കാണിച്ചെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം കാര്യം വരുമ്പോ തമാശയാണ് അനുവിന്. വന്നപ്പോ തന്നെ ചോദിച്ചു പുറത്ത് നെഗറ്റീവ് ഉണ്ടോ എന്ന്. കാണിച്ചത് തെണ്ടിത്തരമാണെന്ന് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് ബിൻസി പറയുന്നുണ്ട്. ബിൻസി ഇങ്ങനെ നെടുനീളം ഡയലോഗ് അടിയാണ്, അനുമോൾക്ക് ഒന്നും പറയാനില്ല. അപ്പോഴാണ് അനുമോള് മറ്റേ കയ്യിൽ പിടിച്ച കേസ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ആദിലയുടെ ബോംബ് വരുന്നത്. അതുവരെ അപ്പാനി ബിൻസി പറഞ്ഞുകൊണ്ടിരുന്ന കേസില് അനുമോള് നിരപരാധിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഷൈത്തിയും ആദിലനുമൊക്കെയാണ് തെറ്റുകാരെന്ന് തന്നെ ഇരിക്കട്ടെ, ആദില പറഞ്ഞ ആ ഒരു ആരോപണം അത് വളരെ ശക്തമായിരുന്നു. പക്ഷെ അപ്പോഴും എടുത്തു പറയണം, അപ്പാനി, ബിൻസി, അക്ബർ ഇവരൊക്കെ എടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അനുമോൾ ഉത്തരം കൊടുക്കുന്നില്ല. ഇത് ഞാൻ ലൈവില് പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഒരു ചോദ്യത്തിന് പോലും അനുമോളുടെ ഭാഗത്തു നിന്നും പ്രോപ്പറായ ഒരു ഉത്തരമില്ല. ഇതിനൊക്കെ ശരിവെക്കുന്ന രീതിയിൽ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് പൂച്ചയെ പോലെ. അപ്പൊ നിന്നിങ്ങനെ ഉരുളുകയായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഉരുണ്ട് മറിയുകയായിരുന്നു. ഇതിനകത്ത് ഷാനവാസ് കളിച്ച ഗെയിം ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷാനവാസ് എന്തെങ്കിലും പറയേണ്ടതായിരുന്നു, അവിടെ മാറി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു ഷാനവാസ്. അങ്ങനെ ഒരു സ്പെക്ടേറ്റർ മോഡ് ഓൺ ആക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ശൈത്യ പറയുന്നുണ്ട്, അവളുടെ കൂടെ നിന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇത് ശൈത്യ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോ നമ്മുടെ ഈ PR ചാനലുകളുടെ ഒക്കെ വെളുപ്പിക്കൽ ഇവിടെ അങ്ങ് അവസാനിച്ചു കേട്ടോ. ശൈത്യ പറയുന്നുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്, ഞാനാണ് പറഞ്ഞതെന്ന് ശൈത്യ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആകെ കാണിച്ചത് ബിൻസി പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എപ്പിസോഡിൽ കേട്ടോ. എപ്പിസോഡിൽ ബിൻസി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. PR-ന്റെ കേസിനെ പറ്റിയൊക്കെ പറയുന്നത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ശൈത്യ പറയുന്ന സാധനം കട്ട് ചെയ്ത് കളയുകയുണ്ടായി. ഇതിനിടയ്ക്ക് അപ്പാനി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങൾ കപ്പൊക്കെ കൊണ്ടുപോയി സമാധാനത്തോടെ ജീവിക്ക്, വേറുള്ളവന്റെ വേദനയൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. ഇവിടെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അനുമോളുടെ ശരിക്കും വായടപ്പിച്ച് ഇരുത്തുന്നുണ്ട് രണ്ടുപേരും കൂടി, ഒന്നും പറയാൻ പറ്റാത്ത ആ ഒരു ലെവലിലേക്ക് ആക്കുന്നുണ്ട്. ബിൻസി ആ ഒരു ചെറ്റത്തരത്തിന്റെ ഡയലോഗ് അടിച്ചതിന് ശേഷം കുലസ്ത്രീ ചമഞ്ഞ് വേറുള്ളവരുടെ കാര്യം നോക്കി അനാവശ്യം പറയുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അനു ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. കുലസ്ത്രീ ചമഞ്ഞ് വേറുള്ളവരുടെ കാര്യം നോക്കി ഇരിക്കുന്നതിന് പകരം സ്വന്തം ലൈഫിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നു. അപ്പൊ അക്ബർ, സ്ത്രീകൾ സാരി ഉടുക്കുന്ന സമയത്ത് കുറച്ച് വയറ് കാണണമെന്ന് നീയല്ലേ പറഞ്ഞത്, എന്നാലേ ഭംഗി വരുവുള്ളൂ എന്ന് നീയല്ലേ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പൊ ആദ്യം എന്നെ ശരി വെക്കുന്നു. അക്ബർ, അത് ഇവള് തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പൊ അപ്പാനി, അനീഷിന്റെ കാര്യം ചോദിച്ചപ്പോ ഇവൾക്കൊന്നും പറയാനില്ലല്ലോ. ബിൻസി, അനീഷിനോട് എന്തൊക്കെ വേഷം കെട്ടാണ് കാണിച്ചത്, എന്നിട്ട് അപ്പാനിയും ഞാനും കൂടി കയ്യും പിടിച്ചിരുന്നു എന്ന്. എനിക്കറിയില്ലേ അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന്. ഒരു തവണ അനുമോളും ശൈത്യം എന്നോട് പറഞ്ഞു അപ്പാനിയുമായിട്ട് അധികം കൂട്ട് വേണ്ട, നെഗറ്റീവ് ആകും. അപ്പൊ ഞാൻ എന്നെ അവളോട് പറഞ്ഞതെന്നുള്ളത് ചോദിച്ചു നോക്ക്. ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്, അപ്പാനിയെ പ്രേമിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ പ്രേമിക്കാൻ പറ്റിയവന്മാരൊന്നും ഇല്ലാന്ന് ഞാൻ അനുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങള് ചോറാണ് തിന്നുന്നത്, അതൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചതെന്ന് ഞങ്ങൾ കണ്ടതാ. ഇവിടെ പ്രേമിക്കാൻ പറ്റിയ ഒരുത്തനും ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ് നീ എന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബർ, PR-ന് റീലിടാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ബിൻസി, അങ്ങനെ ആ രീതിയിൽ പറയുന്നു. അപ്പൊ അപ്പാനി, എനിക്കിപ്പോഴാണ് സമാധാനമായത്. ബിൻസി, ശൈത്യ, അനു പറഞ്ഞിട്ടില്ലേ ആര്യനോട് ക്രഷ് തോന്നിയെന്ന്. അങ്ങനെ ഒരു കാര്യം ആര്യനെയൊക്കെ വെച്ച് ലിങ്ക് ചെയ്തിട്ട് ബിൻസി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആര്യൻ എന്റെ അടുത്ത് അങ്ങനെ വരുന്നടി ഇങ്ങനെ വരുന്നടി എന്നൊക്കെ അനു പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പക്കെ പറഞ്ഞ ആളാണ് അനു. എന്നിട്ട് പുതപ്പിനുള്ളിൽ പോയി തുറന്നു നോക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഈ കുലസ്ത്രീ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിന്നോട് ഞാനൊരു ഔദാര്യം കാണിച്ചതാ. PR എന്തിനാ പ്രഷർ കൊടുക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാനൊന്നും പറയാതിരുന്നത്. അപ്പൊ അപ്പാനി, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട്. ജീവിതം എല്ലാം കിട്ടിക്കോളും, തിരിച്ചു കിട്ടിക്കോളും എന്നുള്ള രീതിയിൽ അപ്പാനി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിൽ പാതിരാത്രി നടന്ന ആ ഒരു വഴക്കിൽ നിന്നുമുള്ള പ്രധാന കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എപ്പിസോഡ് കണ്ടതിന് ശേഷം തന്നെ ഞാൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളുടെയും ലൈഫ് വെച്ച് അങ്ങനെ അങ്ങ് ഡ്രാമ കളിച്ചിട്ട് ഈ ടീമുകളുടെ ബലത്തിൽ നിഷ്പ്രയാസം ബിഗ് ബോസ് ഹൗസിനകത്ത് തുടർന്ന് പോകാം എന്നുള്ളൊരു വ്യാമോഹം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു വ്യാമോഹത്തെയാണ് ഇന്ന് എക്സ് കണ്ടസ്റ്റൻസ് പൊട്ടിച്ച് കൈ കൊടുത്തത്. ഷൈത്യ, ആദിലാനൂര ഇവരൊക്കെയാണ് ഇതാദ്യം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവരെ ആയിരിക്കാം ആ ഒരു കേസ് ആദ്യം പറഞ്ഞത്. അപ്പാനി ബിൻസി കേസ് ആദ്യം പറഞ്ഞത് അവരായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഒരു വഴക്കിനിടയ്ക്ക്, അനുമോള് പറഞ്ഞ പോലെ ഒരു വഴക്കിനിടയ്ക്ക് അതെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഔട്ട് പോകും എന്ന് വ്യക്തമായിട്ട് അനുമോൾക്ക് അറിയാം. അപ്പൊ അത് അറിയുമായിരുന്ന അനുമോള് തന്നെ അവിടെ അതെടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അപ്പാനിയും ബിൻസിയും സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഈ ഷോ കാണുന്ന എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉറപ്പുണ്ട്. അവരുടെ ബന്ധത്തെ വളച്ചൊടിച്ചതിനെ പുറത്ത് അത്രയും വലിയ സംഭവം ആക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തത് അനുമോള് തന്നെയാണ്. അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഗെയിംസ് കളിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള തരംതാണ ഡ്രാമ കളിക്കുന്നത് അല്ലെങ്കിൽ നിലവാരമില്ലാത്ത രീതിയിലുള്ള ഗെയിം കളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ആദ്യം ലൈവ് കാണണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് നേരെ വന്ന കുറച്ച് നെഗറ്റീവ് കോമന്റ്സ്, അത് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കോമന്റ്സ് ഇട്ടിരുന്നു. അത് കാരണമാണ് ഞാൻ ലൈവ് കാണാൻ വേണ്ടി ഇരുന്നത്. സത്യാവസ്ഥ അറിയണമായിരുന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് അനുമോൾ എന്തെങ്കിലും തിരിച്ച് റിപ്ലൈ പറയുന്നത് ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞോ എന്നുള്ളത് അറിയണമായിരുന്നു. അനുമോൾ തിരിച്ചൊന്നും പറയുന്നില്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കളി അനുമോളുടെ കയ്യിൽ നിന്ന് പോയി. ഇവര് പറയുന്ന ഒരു കാര്യത്തിന് പോലും തിരിച്ച് മറുപടി പറയുന്നില്ല. അനീഷിന്റെ കേസ് പോലും തിരിച്ചൊരു മറുപടിയും പറയുന്നില്ല. ആര്യന്റെ കേസ് ഒന്നും മറുപടി പറയുന്നില്ല. അനുമോൾ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചു, നിലനിൽപ്പിന് വേണ്ടി പലതും ചെയ്തു പോയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക, തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലും ഇല്ല. അപ്പം തെറ്റ് ചെയ്തവരുണ്ട് ബിഗ് ബോസ് ഹൗസിന്. അതിന് മുമ്പ് ഉള്ള സീസൺസിൽ തെറ്റ് ചെയ്തവർ ഒരുപാടുണ്ട്. പക്ഷെ അവരൊക്കെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വിന്നിങ് ക്വാളിറ്റിയാണ് അനുമോള് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഞാനൊക്കെ വിമർശിക്കാൻ കാരണം. തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിമർശനം ഒന്നും വരില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.